തൃശ്ശൂർ പൂച്ചട്ടിയിലുള്ള സന്ധ്യ ടീച്ചറെ പരിചയപ്പെടാം. ഏകദേശം 23 വർഷം നവോദയയിൽ അധ്യാപികയായിരുന്നു. അതിനുശേഷം ആ ഒരു സമയത്തൊക്കെ നാടും വീടും കൃഷിയും ഒക്കെ തന്നെ സന്ധ്യ ടീച്ചർക്ക് വല്ലാതെ മിസ് ചെയ്തു. അങ്ങനെ ആ ജോലി ഉപേക്ഷിച്ച് സന്ധ്യ ടീച്ചർ കൃഷിയിലേക്ക് ഇറങ്ങി, നാട്ടിലേക്ക് ഇറങ്ങി. ഇപ്പോൾ വലിയ സംരംഭകയാണ്. താൻ കൃഷി ചെയ്തെടുക്കുന്ന പ്രൊഡക്റ്റുകൾ മുഴുവൻ സന്ധ്യ ടീച്ചർ മറ്റുള്ളവർക്കായി പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങളായി വിൽക്കുകയാണ്. ഇരുപത്തിമൂന്ന് വർഷം ജോലി ചെയ്തു. ക്വാർട്ടേഴ്സ് ലൈഫായിരുന്നു. ഒരു മണ്ണും കൃഷിയും സ്വന്തം വീടും ഒക്കെ ആയിട്ടുള്ളൊരു ഇഷ്ടം കൊണ്ട് ഞാൻ ജോലി അവസാനിപ്പിച്ച് വന്നിട്ടുള്ളതാണ്. സ്വസ്ഥമായി വീടും പറമ്പും കൃഷിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ജീവിക്കാൻ വേണ്ടി രാജിവെച്ചു. പക്ഷേ അതിനുശേഷം അതിനേക്കാൾ തിരക്കായി എന്നുള്ളതാണ് വാസ്തവത്തിലുണ്ടായത്. അധ്യാപികയായിരുന്ന സന്ധ്യയ്ക്ക് എന്നും പ്രകൃതിയോട് സ്നേഹം കൂടുതലായിരുന്നു. പൂർണ്ണ സംതൃപ്തിയോടെ ജീവിക്കാൻ വേണ്ടിയാണ് ചെയ്തിരുന്ന ജോലി ഉപേക്ഷിച്ചത്. അങ്ങനെ നാട്ടിലെത്തി. ആദ്യം ഒരു അടുക്കളത്തോട്ടം തുടങ്ങി. പച്ചക്കറികൾ വിളഞ്ഞു തുടങ്ങിയപ്പോൾ വീട്ടാവശ്യം കഴിഞ്ഞ് മറ്റുള്ളവ സുഹൃത്തുക്കൾക്കായി നൽകി. അതായിരുന്നു തുടക്കം. ഇപ്പം ഞങ്ങളുടെ ഒരു തൃശ്ശൂർ ജൈവ കർഷക കൂട്ടായ്മ എന്ന് പറഞ്ഞിട്ട് ആ സമയം തന്നെ ഞാൻ 15-ൽ രാജിവെക്കുന്നു, 16-ൽ കൂട്ടായ്മ ഉണ്ടാക്കുന്നു. 2016 മുതൽ തൃശ്ശൂർ അന്നൊക്കെ സെക്കൻഡ് സാറ്റർഡേകളിലായിരുന്നു. ഇപ്പോൾ എല്ലാ ഞായറാഴ്ചകളിലും നമ്മളൊരു ഓർഗാനിക് മാർക്കറ്റ്, അങ്ങനെ നമുക്കുണ്ടാവുന്ന വിഭവങ്ങൾ വിൽക്കാനുള്ള ഒരു മാർക്കറ്റ് അന്ന് മുതലുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ നമ്മുടെ പറമ്പിലുണ്ടാവുന്ന അധികം വരുന്ന ഉൽപ്പന്നങ്ങളെ വിളവുകളാക്കിക്കൊണ്ടാണ് എൻ്റെ തുടക്കം. അപ്പോൾ ആദ്യം സുഹൃത്തുക്കൾക്ക് കാണാൻ വരുന്ന ശിഷ്യർക്ക്, പിന്നെ സൺഡേ മാർക്കറ്റ് വഴി ഒക്കെ ആയിരുന്നു വിപണനം. ആവശ്യക്കാർ കൂടിയപ്പോൾ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഇപ്പോൾ വെബ്സൈറ്റ് വഴിയും സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയുമെല്ലാം ഓർഡറുകൾ ലഭിക്കുന്നു. ഒരു അടുക്കളയിലേക്ക് വേണ്ടുന്ന എല്ലാതും ആദ്യം നമ്മളുടെ ഇഷ്ടപ്പെട്ട സാധനങ്ങളെ അല്ലെങ്കിൽ പറമ്പിലധികം വരുന്നതിന് ഉൽപ്പന്നങ്ങളാക്കിയിൽ പിന്നെ കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡിനനുസരിച്ച് കൂടുതൽ ഉൽപ്പന്നങ്ങളാക്കി. അപ്പം അധികം തേങ്ങ ബേസായിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത്. പിന്നെ പറമ്പിലുള്ള എന്ത് കിട്ടിയാലും അതിനെ ഏതെങ്കിലും ഒരു രീതിയിൽ ഉൽപ്പന്നങ്ങളാക്കുമായിരുന്നു. പിന്നെ അതുപോലെ പ്രകൃതിയുടെ ഉൽപ്പന്നങ്ങളൊന്നും പാഴാക്കരുത്. എൻ്റെ ബിസിനസ്സിൻ്റെ പുറകിൽ ആ ഒരു ഒറ്റ ലക്ഷ്യം ഉണ്ടായതുള്ളൂ. വേസ്റ്റ് എന്ന് പറയാൻ ഒന്നുമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. അപ്പോൾ അതിൽ നിന്നാണ് സന്ധ്യാസ് എന്നൊരു സംരംഭം ഉണ്ടായത് തന്നെ. അമ്മയ്ക്ക് ഇപ്പോൾ 78 വയസ്സായി. ഇപ്പോഴും അമ്മ യൂട്യൂബൊക്കെ നോക്കി പുതിയ പരീക്ഷണങ്ങളൊക്കെ നടത്തി പുതിയ പാചകവിധികൾ കണ്ടെത്തി അതുപോലെ ഇപ്പോഴും പാചകം ചെയ്യുന്ന ആളാണ്. അപ്പം അമ്മയിൽ നിന്നാണ് ആ ഒരു താല്പര്യം വന്നിട്ടുള്ളത്. അപ്പോൾ പാചകവും കൃഷിയും ഒരുപോലെ താല്പര്യം വന്നതുകൊണ്ട് കൃഷി ചെയ്തുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റിയതാണ്. സുജീവ ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.